എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവി ആയിരിക്കും ഇൻ ഹരിഹർ നഗറിൽ. അതിലെ വേറൊരു പാട്ടായ ഇൻ ഹോസ്റ്റേഴ്സിനുള്ള ഒരു ഗേറ്റ് എല്ലാവരും ഓർക്കുന്നുണ്ട്. ഒരു ഗേറ്റ് തുറന്നു പോകുന്നത് ആ മൂവിയാന്ന് തോന്നും. അപ്പോൾ അതുപോലെ ഒരു ഗേറ്റ് തുറന്ന ഒരു എസ്റ്റേറ്റിനകത്തുള്ളൊരു ബംഗ്ലാവിലോട്ട് ഒരു രാത്രി ചെന്ന് കയറിയ ഒരു രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ജഗള എന്ന സ്ഥലമാണിത്, വിരാജ്പേട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട്. അപ്പം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ രാത്രിയിലാണ്, പക്ഷേ ഈ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുന്ന പകലാണ്. അപ്പോൾ രാത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പം അകമൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു ബംഗ്ലാവാണ്. അകത്ത് കയറാൻ പേടി തോന്നില്ല, വെളിയിലോട്ട് നോക്കുക, ബാൽക്കണിലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു പേടി പോലെ തോന്നി. പിന്നെ അന്ന് ഞങ്ങൾ ക്ഷീണമാകാൻ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം വളരെ മനോഹരമായ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്റ്റേറ്റ്. അതിനകത്ത് ഞാൻ എപ്പോഴും പറയില്ല, കാപ്പിത്തോട്ടം മാത്രമല്ല, കുറേ സപ്പോട്ട, പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്കശോ, അങ്ങനെ കുറേ മരങ്ങൾ. പിന്നെ അവിടെ കണ്ട ഒരു വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ നോക്കി നടത്തുന്നൊരു ബാബുട്ടിക്ക. അദ്ദേഹം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേറ്റവും എനിക്ക് അത്ഭുതത്തോടെ നോക്കുന്നത് കളർ ചേർക്കാത്ത പച്ചക്കളർ പായസം. അത് ചിരക്ക എന്നൊരു വെജിറ്റബിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഈ പൊട്ടറ്റോ പോലത്തെ മത്തങ്ങ വെച്ചിട്ടുള്ള കറി നീർദോശയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നത്, പക്ഷേ അത് വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അവർ തന്നെ കൃഷി ചെയ്ത് അവർ തന്നെ അവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഗ്രീൻ കളർ പായസത്തിനകത്ത് അവർ ചൗവരിയും പാലും പിന്നെ ഷുഗറോ, എന്താ മധുരത്തിന് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയും ചേർക്കാം. അത് ഈ ചിരക്ക മാത്രം ചേർത്ത് പച്ചക്കളറി ഉണ്ടാക്കി. അത് വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ ചുറ്റി 25 ഏക്കർ എസ്റ്റേറ്റിന് അപ്പുറത്ത് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, ഇനി പുലി വല്ലതും വരുമോ. അപ്പോൾ ഇവർ തമാശക്ക് കഴിഞ്ഞ് പുലി വരും എന്ന് വെച്ചപ്പോൾ എന്ത് പറ്റി, രാത്രി ആയപ്പോൾ ഞാനും മോനും മൂത്ത മകനും കിടന്നപ്പം എന്തോ ഒരു, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കിടന്നത്, അതിന് മുകളിൽ എന്തോ കുറേ ശബ്ദങ്ങൾ കേൾക്കുകയും. അപ്പോൾ അവിടെ ഇരുട്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ ഭയങ്കര കട്ട പിടിച്ചിട്ടാ. പിന്നെ നമ്മളെപ്പോലെ എല്ലായിടത്തും എല്ലാ സമയത്തും ലൈറ്റിട്ട് വെക്കത്തോട്ട് അവർക്കൊക്കെ നല്ല ധൈര്യമാണെന്ന് എനിക്ക് തോന്നും. അപ്പം ഞാനോർത്ത് മോൻ ഉറങ്ങിയത് ഞാനും കണ്ണടിച്ച് കിടന്നു. മോനും കണ്ണടിച്ച് കിടന്നിട്ട് വെളുപ്പാങ്കാലം അപ്പോൾ ഈ എലിയാണോ പുലിയാണോ ചിലപ്പോൾ ഇത് ശബ്ദം വെക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ കിടന്ന് ഞാൻ കുറേ കഴിഞ്ഞ് കണ്ണ് തുറന്ന് വെളുപ്പിൽ നോക്കിയപ്പോൾ മോനും എന്നെ നോക്കിക്കിടക്കുക. അപ്പം ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങി എന്നോർത്താണ് ഈ നാടകം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് 4:30-5 മണി വെളുപ്പായപ്പം ആകെ ക്യൂരിയോസിറ്റിയും പേടിയെല്ലാം കൂടിയിട്ട് ഞാൻ ഈ ബാബുട്ടിക്കായി അങ്ങ് വിളിച്ചോണോ. അപ്പോൾ അദ്ദേഹം താഴെയുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ചിരി വന്നു. അദ്ദേഹം പറഞ്ഞ് എലിയാണ്. എന്നിട്ട് ഈ എലി എന്ത് ചെയ്തു, 6 മണി കഴിഞ്ഞിട്ടാണ് പാവ എലിയുടെ ശബ്ദം വെച്ച് കാരണം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. അപ്പം അത്രയും നേരം പാതിരാത്രി മുഴുവൻ ഞങ്ങൾ ഈ ഭയമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇമാജിൻ ചെയ്ത് കിടന്നു. അപ്പോൾ ഞങ്ങൾ പേടി മാറ്റാൻ വേണ്ടി ഞാൻ ബാബുട്ടിക്ക താഴെ നല്ല കുറച്ച് കോഫിയൊക്കെ ആയിട്ട് അങ്ങ് കയറി വന്ന് 4:30-5. അപ്പോൾ 6 മണി കഴിയുമ്പോൾ നേരം വെളുക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ നേരം വെളുത്തപ്പം നോക്കിയപ്പോഴാണ് ഭയങ്കര ഭംഗിയാണ്. പിന്നെ അവിടെ ഈ കാപ്പിത്തോട്ടത്തിൽ വരുന്ന ഈ തലയിൽ ഇങ്ങനെ തലയിലൊക്കെ കെട്ടി നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അവർ പക്ഷേ നമ്മുടെ അടുത്ത് ആദ്യം അത്ര അടുക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അപ്പം നമ്മൾ സാധാരണക്കാരായ മലയാളികളാണെങ്കിലും എന്തോ അവരുടെ മലയാളം അവർ സംസാരിക്കുന്നുണ്ട്, എല്ലാവരും കൊടക് ഭാഷ ആണെങ്കിലും, പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട് അവർ സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ കുറച്ചുകൂടി അവർ സ്ട്രേഞ്ചായിട്ട് കരുതുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എനിക്ക് ബാബുട്ടിക്കാട് ഒരു ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമായെന്നറിയോ, അദ്ദേഹത്തിന് കുറച്ച് ഏജ് ആയെങ്കിലും അദ്ദേഹത്തിന് ശരിക്കും നല്ല കാഴ്ച ഒരു കണ്ണിനാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം, എല്ലാ കാര്യങ്ങളും ചിരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മളെക്കുറിച്ചൊക്കെ പുച്ഛം തോന്നി. നമ്മൾക്ക് നമ്മുടെ ഒരു ചെറിയ സൗന്ദര്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കുറവുകളൊക്കെ ഉണ്ട്, ആ കുറവുകളിലോട്ട് നോക്കി നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ കാപ്പിത്തോട്ടത്തിൽ പണിയുന്ന ഈ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഒട്ടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറലോകോട് അത്ര ബന്ധമുള്ളവരോ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല. പക്ഷേ ആ നാടിൻ്റെ പ്രത്യേകത എല്ലാവരുടെയും മുഖത്ത് അവരവർക്കുള്ള ആ ഒരു ഇതിൽ ജീവിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം അതിനൊരു തെളിച്ചു തന്നെ എപ്പോഴും. അപ്പോൾ ഇതും കൂർഗ എന്ന് പറഞ്ഞാൽ കുടകിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പം എനിക്ക് തോന്നി അവിടെയുള്ളവരുടെ ആത്മവിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തരുന്നതായിരുന്നു. പിന്നെ പിള്ളേർക്ക് അവർ രാവിലെ ഇറങ്ങി താഴെ വരെ പോയി. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ജനറേറ്റർ റൂം, അതിൻ്റെ അവിടെയായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പം അവിടെ കൂടെ എല്ലാം കുറേ നേരം നിന്നു, മക്കളെല്ലാം കൂടെ അവിടെ ഓടിക്കളിച്ചു. പിന്നെ ഞങ്ങൾ ആ റോഡ് ഇറങ്ങി കുറേ ദൂരം നടന്നു. ഇപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ബാബുട്ടിക്കാട് കൂട്ടത്താണ് പോയത്. പിന്നെ എനിക്ക് മനസ്സിലായി
ഒരു കുഴപ്പമില്ല. അവിടെ കൂടി നടന്ന് കുറേ എസ്റ്റേറ്റിനകത്തൂടെ നടന്നാലും ഒന്നും ആരും ഉപദ്രവം അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് തോന്നുന്നതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരവും പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് എസ്റ്റേറ്റിനപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എന്തോ വരുന്ന. അപ്പം വേറൊരു രസമുണ്ടായി. പിറ്റേ ദിവസം ഈ ബാൽക്കണിയെല്ലാം തുറന്നിട്ടിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നി ഓക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം തന്നെ എഴുതാം, വെളിയിലൊന്നും കാണാൻ ഒരു സ്ഥലവും കാണാൻ പോകണ്ട എന്ന് എനിക്ക് തോന്നി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം വെളിയിൽ പോകണമായിരുന്നു. അപ്പം ഈ ബാബുട്ടിക്കായ്ക്ക് അത് ഞായറാഴ്ച എന്തോ കല്യാണത്തിന് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കണ്ട, തന്നെ ഇരുന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചിരി വന്നു. ശരിക്കും നഗരത്തിൽ താമസിക്കുന്ന നമുക്കൊക്കെ തന്നെ എപ്പോഴും ഈ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടുമ്പോൾ ഇടയ്ക്കെങ്കിലും കുറച്ച് നേരം ഈ നല്ല അല്ലെ വിശാലമായ ഈ പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി വേറെ അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത് തന്നെ ഇവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ ആൾക്കാർ വരുന്നത് സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളത് കുറേ നേരം അവിടെ താമസിച്ച് പോകുന്ന നേരത്ത് വെച്ചാൽ അവിടെ ഞങ്ങൾ ഒത്തിരി ഇത് കണ്ടു കേട്ടോ. ക്യാരറ്റിൻ്റെ ചെടി, തക്കാളി, അതൊന്നും എനിക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൻ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മോൻ ഓടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം ആദ്യമൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുള്ള കാരണം എല്ലാം ഒന്ന് ശരിക്കൊന്നും പിക്ചറൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേയൊക്കെ എന്നിട്ട് ഞങ്ങൾ അവരുടെ എസ്റ്റേറ്റിലും കുറച്ചൊക്കെ നടന്ന് കണ്ടു. പക്ഷേ അപ്പോഴേക്കും കുറച്ച് ഉച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു കുശാൽ നഗർ എന്ന സ്ഥലത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ ടെമ്പിൾ കണ്ടു. അതിൻ്റെ പേര് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിനടുത്ത് എനിക്ക് പെട്ടെന്നൊരു മുട്ടക്കുന്ന് പോലെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നോക്കിയപ്പം വലിയൊരു ആൽമരം. അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂർഗിലൊരു സ്ത്രീ എന്ന് പറഞ്ഞ മുമ്പത്തൊരു വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പം അതിനടുത്ത് വലിയൊരു മൈതാനമുണ്ട്. പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി കാരണം അവരത് വേലി വെച്ച് മറിച്ചിട്ട് എല്ലാവർക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല. അമ്പലത്തിനടുത്ത് മാത്രം പോകാം. പക്ഷേ ആ മൈതാനം കാണാൻ ഭയങ്കര രസം. അപ്പോൾ ഈ മുട്ടക്കൊന്നില്ലേ വാഗമണ്ണിലുള്ള, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വേർഷനാണ്. അവിടെ നോക്കുമ്പോൾ നല്ല വിശാലമായ ഇത് കാണാൻ പറ്റും, എന്തുകൊണ്ട് ആകാശം കാണുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തോട്ടും നല്ല ഭംഗിയാണ് അവിടെ കണ്ട കൊടുക്കൽ സ്ത്രീ പറഞ്ഞു. പക്ഷേ നമുക്കതിന് നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ചും ഈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടായിരുന്നു, എന്താ പശുക്കളും അതിൻ്റെ കിടാങ്ങളൊക്കെ കണ്ടപ്പം കുഞ്ഞിനെ ആദ്യം ഇച്ച് ഭയം വന്നാലും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ആലല എന്തോ പൂജയാന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവരതെല്ലാം എടുക്കുന്നിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഈ വെയിലാണെങ്കിൽ അവിടെ ഒരു തണുത്ത ഭയങ്കര നല്ല ഒരു കാറ്റാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും അവിടെ നിന്ന് തിരിച്ചു വരേണ്ട സമയമായി. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ കുറേ നല്ല ഓർമ്മകളുമായി ഈ ഇങ്ങനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയൊക്കെ കണ്ട അല്ല എലിയെ കണ്ട് പുലിയാന്ന് പേടിച്ച് കുറേ ഓർമ്മകളായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു അവധിക്കാലം ഇതുപോലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് പിള്ളേരുമായിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോടെ തിരിച്ചു വന്നു വീണ്ടും നഗരത്തിൻ്റെ തിരക്കിലേക്ക്. അപ്പം ഞാൻ ഇപ്പോഴും വീണ്ടും എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ഒത്തിരി സിറ്റി അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. അതെല്ലാം ഓരോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ഒത്തിരി ഇപ്പോഴും കുറഞ്ഞിട്ടില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്ത് പോകുമ്പോൾ ഈ ഗ്രാമത്തിനകത്തൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ അവർ കൃഷി ചെയ്യുന്ന ഫുഡും അങ്ങനെയുള്ളതും ഒക്കെ ഓർഗാനിക്കായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഈ കിണറുള്ള വെള്ളം തന്നെയാണ് പമ്പടിച്ച് കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മോൻ ഓർത്ത് കണ്ടപ്പോൾ ഈ കിണറും അതിൽ നിന്ന് പൈപ്പിൽ കൂടെ വെള്ളം വരും, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഭയങ്കരം. അപ്പം നമുക്കെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ നാട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഗ്രാമത്തിൽ കൂടെ പോയാലും പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ എസ്റ്റേറ്റിനകത്ത് ഈ ബംഗ്ലാവിൽ താമസിച്ചിട്ട് വരുന്നതിന് തലേദിവസം ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അന്ന് രണ്ടാമത്തെ ദിവസം ഒക്കെ ആയപ്പോഴും നല്ല ധൈര്യം വന്നു. അപ്പോൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മരങ്ങൾക്കിടയിൽ കൂടി ചന്ദ്രൻ ഇങ്ങനെ ഭയങ്കര നിലാവ് സ്റ്റാർ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ ഈ ബാബുട്ടിക്കായ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരാളെപ്പോലെ എന്നാൽ ഒട്ടും നമുക്ക് ചില ആൾക്കാരെ കാണുമ്പം ആദ്യം ഒരു അടുപ്പം തോന്നില്ല, പിന്നെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വം ഇല്ലേ, അങ്ങനെ തോന്നി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു നോക്കി കേട്ടോ. പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ കുറേ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര മഴയെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നാളെ ഒരു വീഡിയോ ആയി വരുന്നിടം വരെ ഞാൻ തൽക്കാലം വിട വാങ്ങുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് ബൈ.